PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയ കേസിലാണ് അന്വേഷണം. പാട്ടാവകാശം മാത്രമുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്തതോടെയാണ് അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടത്. വിവരങ്ങളുമായി ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട്. ലേബി സജീന്ദ്രൻ, ഗുഡ് മോർണിംഗ് ലേബി. PV അൻവറിന് കുരുക്കാകുമോ പുതിയ വിജിലൻസ് ഉത്തരവ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. കുരുക്കാകുന്ന സൂചനയാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. 11.4 ഏക്കർ ഭൂമി, അത് ആലുവ ഈസ്റ്റ് വില്ലേജിന്റെ പരിധിയിലുള്ളതാണ്. ഈ സ്ഥലം തരം മാറ്റി ഉപയോഗിച്ചു എന്നതാണ് കേസ്. കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് കേസ് കഴിഞ്ഞ നവംബറിൽ വിജിലൻസിന് നൽകിയത്. ഇതേ തുടർന്ന് പ്രാഥമിക അന്വേഷണം വിജിലൻസ് നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ അനധികൃതമായി ഇതിന് പാട്ടാവകാശം മാത്രമുള്ള ഭൂമി പോക്കുവരവ് നടത്തി സ്വന്തമാക്കി എന്നുള്ളതാണ് കേസ്. ഇതേ തുടർന്ന് പ്രാഥമിക അന്വേഷണം ഡിസംബറിൽ പൂർത്തിയാക്കി വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം വേണം എന്ന് കാണിച്ച് ഉത്തരവ് നൽകിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ ഈ ഉത്തരവ് വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റിന് നൽകിയിട്ടുണ്ട്. ഇത് കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2 ആണ് ഇത് അന്വേഷിക്കുക. സമയപരിധിക്കുള്ളിൽ തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണം ഒട്ടും വൈകാതെ തന്നെ, ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ടല്ലോ ഡോക്ടർ രണ്ണു, അതുകൊണ്ട് തന്നെ ഒട്ടും വൈകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അന്വേഷണം നടത്തി വിശദമായ അന്വേഷണത്തിൽ സമർപ്പിക്കാനാണ്. അങ്ങനെ ഒരു പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണോ പാട്ടാവകാശം മാത്രമുള്ള ഭൂമി കൈവശപ്പെടുത്തി എന്നുള്ള പരാതിക്കാരന്റെ പരാതി ഇപ്പോൾ വിജിലൻസ് സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും ഡോക്ടർ അരുൺ, ഒരു കേസ് വരുമ്പോൾ വിജിലൻസ് അത് പ്രാഥമികമായി അന്വേഷിക്കുമ്പോൾ അതിൽ കഴമ്പ് ഉണ്ട് എന്നുള്ള സൂചന, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വിജിലൻസിന് ലഭിക്കുമ്പോഴാണല്ലോ ഇത് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശം പോവുക. അത്തരത്തിലാണ് ഇതിൻ്റെ പ്രാഥമിക അന്വേഷണം. നവംബറിലാണ് പരാതി ലഭിച്ചത്. 1 മാസത്തിനുള്ളിൽ തന്നെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തുടർന്ന് ഇതിനൊപ്പം തന്നെ വിശദമായ അന്വേഷണത്തിന് ശുപാർശയും സമർപ്പിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ലേബി സജീന്ദ്രൻ. PV അൻവറിനെ എങ്ങനെയും പൂട്ടിയടങ്ങൂ എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. എന്തായാലും കേസ് വരുന്നുണ്ട്. അതേസമയം PV അൻവർ മുന്നോട്ട് തന്നെയാണ് കേട്ടോ. തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും കേരളത്തിൽ പുതിയ യൂണിറ്റും ശക്തിയാകും എന്നാണ് പറയുന്നത്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കാനാണ് PV അൻവറിന്റെ നീക്കം. UDF എത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളി. ഇതിനിടയിലാണ് ഇപ്പോൾ സർക്കാർ വീണ്ടും ഒരു വിജിലൻസ് അന്വേഷണവുമായി രംഗത്ത് വരുന്നത്. PV അൻവർ കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ.